ഹലോ ഗൈസ്. അപ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ? ഇത് ഞാൻ ഇഫ്താർ സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. വല്ല വെറൈറ്റി ആയിട്ടൊരു 5 to 6 റെസിപ്പി സ്നാക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒറ്റ മസാല മതി നമുക്ക് ഇതിന്. ഒറ്റ മസാലയിൽ നിന്ന് നമുക്ക് എങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് എളുപ്പം ചെയ്തെടുക്കാവുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. ഓക്കേ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ഇവിടെ യൂസ് ചെയ്യാം. ഇനി അതിലേക്കൊരു 2 വലിയ സവോള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ജിഞ്ചർ ഗാർലിക്കിൻ്റെ റോസ് സ്മെല്ല് മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ അടുപ്പിച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിൽ എളുപ്പം പൊടി കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടൊന്ന് ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു പൊടിയുടെയൊക്കെ റോസ്മെല്ല് മാറി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് അടുപ്പിച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് നന്നായിട്ട് പുഴുങ്ങി വെച്ചിരുന്ന ഒരു 2 കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് ബോൺലെസ് ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മസാലയുടെ ആ ഒരു പരുവം. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. നമുക്കിത് കോട്ടിങ്ങിന് വേണ്ടിയാണേ. ഇനി ഞാനിവിടെ ഒരു 3 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് അതിൻ്റെ ആ ഒരു സെൻറ്റർ പാർട്ട് മാത്രം മതി. ഞാനിവിടെ ഈ ബ്രെഡ് ഉപയോഗിച്ചിട്ടൊരു 3 സ്നാക്കാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് ബ്രെഡ് തന്നെ വെച്ച് ചെയ്യാനായിട്ട് നോക്കണം. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ബ്രൗണോ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യേണ്ട. ഇനി ഈ ബ്രെഡ് സ്ലൈസ് നമുക്ക് ഒരു ചപ്പാത്തി റോൾ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഈ 3 സ്ലൈസ് ബ്രെഡ് നമുക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ കുറച്ച് മൈദ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് ശരിക്കും ഇവിടെ നമ്മളിതൊന്ന് ഒട്ടിക്കാനായിട്ടൊരു പശ പോലാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കിതിൻ്റെ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതൊരു കോൺ ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു ചിക്കൻ കോൺ സ്നാക്ക് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ സൈഡ് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ആ മസാല ഒന്ന് ഫില്ല് ചെയ്യുവാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ആവി കയറ്റിയിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആവി കയറ്റിയിട്ടൂടെ നമ്മൾ ഈ ഒരു ബ്രെഡ് സ്ലൈസ് പരത്തുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം അതിങ്ങനെ പരന്ന് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല സ്റ്റഫ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കൂടുതൽ മസാല ഇതിലേക്ക് കുത്തിക്കയറ്റി വെക്കല്ലേ. നമുക്ക് ഈ ഒരു സൈഡ് കൂടെ ഇനി ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ. ഇനി ഈ ഒരു സൈഡിലൂടെ നമ്മൾ ആ മൈദയുടെ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അടുത്ത ഒരു ബ്രെഡ് സ്ലൈസ് കൂടെ ഞാൻ സെയിം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 3ാമത്തെ ബ്രെഡ് സ്ലൈസിൽ ഞാൻ വേറൊരു രീതിയിലുള്ള സ്നാക്കാണ് റെഡിയാക്കുന്നത്. അതായത് ഒരു ബ്രെഡ് ബോൾ ചിക്കൻ സ്നാക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ സ്ലൈസിലേക്ക് ഇതുപോലെ കുറച്ച് മൈദ പേസ്റ്റ് ആദ്യം ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല നമ്മളിങ്ങനെ ബോളാക്കി എടുത്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബ്രെഡ് കൊണ്ട് ഇതിങ്ങനെ കവർ ചെയ്ത് നമ്മൾ ഒരു ബോൾ പോലെ ഇങ്ങനെ ആക്കിയെടുക്കുവാണ്. ഇതിങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇച്ചിരി പൊടിഞ്ഞു പോകും. അത് കുഴപ്പമില്ല, അതങ്ങ് മാറ്റിയാൽ മതി. ഇനി ഈ ബ്രെഡ് ഒന്ന് സോഫ്റ്റായി ഇതൊന്ന് ഷേപ്പായി എളുപ്പം വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മൾ ഇതിലൊന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ റൗണ്ടാക്കി ബോളാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ. അപ്പം 2ാമത്തെ ടൈപ്പ് സ്നാക്ക് കൂടെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്നാക്കാണ് കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഇത് ചിക്കൻ ചീസ് ബോളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മസാല ഇതുപോലെ കയ്യിൽ നന്നായിട്ടൊന്ന് വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ ഈ മസാല ഇതുപോലെ ചെയ്യാനായിട്ട്. ഞാനിവിടെ ചീസ് ക്യൂബാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ
എളുപ്പം. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുത്താൽ മതി. മാക്സിമം ചീസ് ക്യൂബ് തന്നെ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഈ ഷ്രെഡഡ് ആയിട്ടുള്ള ചീസാണ് കയ്യിരിക്കുന്നതെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല റൗണ്ടിലാക്കിയിട്ട് അതോടെ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നിങ്ങൾ ഇടയ്ക്ക് കയ്യിൽ ഇതുപോലെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ കയ്യിൽ അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കത്തില്ല, ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി ഞാനൊരു 2 കട്ട്ലേറ്റിൻ്റെ മോഡലിലാണ് ചെയ്യുന്നത്. 2 ഷേപ്പ് കട്ട്ലേറ്റ് മോഡലിലാണ് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണേലും ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല ഷേപ്പിൽ ഇതിങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മോൾഡൊന്നുമില്ല, ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ 1-2 ഷേപ്പിൽ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റമായിട്ടുള്ള കട്ട്ലേറ്റ് കൂടെ ഞാനിവിടെ റെഡിയാക്കി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേണ്ട ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആ എഗ്ഗ് ബീറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. ഈ ബ്രെഡ് ക്രംസ് ഞാൻ ഇപ്പോൾ തന്നെ റെഡിയാക്കിയതാണ്. കുറച്ച് ബ്രെഡ് പീസസും അതുപോലെ തന്നെ ആ ഒരു ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത ആ പീസസും എല്ലാം കൂടെ വെച്ച് ഉണ്ടാക്കിയതാണ്. നമ്മൾ മാക്സിമം ഒന്നും വേസ്റ്റ് വരാതെ തന്നെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് ഈ ഒരു മുട്ടയിൽ മുക്കി നമ്മുടെ ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇത് കോട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ഇത് കവറാവുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നമുക്കൊരു ഡബിൾ കോട്ട് കൊടുത്തിട്ട് വേണേലും ചെയ്യാം, കൂടുതൽ ക്രിസ്പി ആവാൻ. പക്ഷെ ഞാനിവിടെ ഒരു ഒറ്റ കോട്ടേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നമുക്ക് ബാക്കി എല്ലാ പീസസും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മസാലയൊക്കെ ഓൾറെഡി കുക്കായതാണ്. നമുക്ക് ഈ കോട്ടിങ് മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നിടം വരെ ഫ്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് പരുവം. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ഓരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യല്ലേ, കാരണം പലതും ഫ്രൈ ആവാൻ എടുക്കാൻ ടൈം വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്കിൽ ബ്രെഡിൻ്റെ ഒരു ലെയർ ഉള്ളതുകൊണ്ടാണ് ഒരു സ്വല്പം നേരം കൂടെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഈ ഒരു ചിക്കൻ ചീസ് ബോൾ പെട്ടെന്നായി കിട്ടും. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ച് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് ബോളും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് അങ്ങനെ എല്ലാ സ്നാക്കും ഞാനിവിടെ ഇപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരൊറ്റ മസാല ഉപയോഗിച്ച് തന്നെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയും കൂടാണ്. പ്രത്യേകിച്ചും ഇതിൽ ഈ ചിക്കൻ ചീസ് ബോളിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കല്ലോട്ടോ.